ഹലോ, 3-ഫേസ് ഇൻഡക്ഷൻ മോട്ടറിൻ്റെ തുടർച്ചയ്ക്കും ഇൻസുലേഷൻ പ്രതിരോധത്തിനുമുള്ള ടെസ്റ്റിനെ കുറിച്ചുള്ള ഈ സെഷനിലേക്ക് സ്വാഗതം. നമുക്ക് സെഷനിൽ നിന്ന് ആരംഭിക്കാം. ത്രീ-ഫേസ് സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടോറിന്റെ നെയിം പ്ലേറ്റ് വിശദാംശങ്ങൾ വായിക്കുകയും ഇന്റർപ്രറ്റ് ചെയ്യുകയും ചെയ്യുക. ത്രീ-ഫേസ് ഇൻഡക്ഷൻ മോട്ടോറിന്റെ ടെർമിനലുകൾ തിരിച്ചറിയുക. ഇൻഡക്ഷൻ മോട്ടോറിന്റെ ത്രീ-ഫേസ് വൈൻഡിങ്ങുകളുടെ തുടർച്ചയായ ടെസ്റ്റ്. ഫേസ് വൈൻഡിങ്ങുകൾക്കിടയിൽ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ടെസ്റ്റ് നടത്തുക. വൈൻഡിങ്ങിനും ശരീരത്തിനുമിടയിൽ ഇൻസുലേഷൻ പ്രതിരോധ പരിശോധന നടത്തുക. എർത്ത് കണക്ഷന്റെ ഫലപ്രാപ്തി പരിശോധിക്കുക. തുടർച്ച പരിശോധന നടത്താൻ ആവശ്യമായ ഉപകരണങ്ങൾ ഇവയാണ്: ത്രീ-ഫേസ് സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടോർ, മെഗർ, ഡിജിറ്റൽ എർത്ത് ടെസ്റ്റർ DET, ബന്ധിപ്പിക്കുന്ന വയറുകൾ. പരാമർശിച്ചിരിക്കുന്ന നെയിം പ്ലേറ്റ് വിശദാംശങ്ങൾ നമുക്ക് വായിച്ച് രേഖപ്പെടുത്താം. ത്രീ-ഫേസ് സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടോറിൽ ഇനി പറയുന്ന നിർമ്മാതാവിന്റെ സവിശേഷതകൾ കണ്ടെത്താനാകും. നെയിം പ്ലേറ്റ്. ഇപ്പോൾ നമ്മൾ ത്രീ-ഫേസ് ഇൻഡക്ഷൻ മോട്ടോറിന്റെ ടെർമിനലുകൾ തിരിച്ചറിയാൻ ശ്രമിക്കും. ഇതിന് 6 ടെർമിനലുകളുള്ള 3 വൈൻഡിങ്ങുകളുണ്ട്. അവ പുറത്തേക്ക് കൊണ്ടുവരുന്നു. ബാഹ്യ കണക്ഷൻ. ആറ് ടെർമിനലുകൾ 3 വ്യത്യസ്ത നിറങ്ങളിൽ സൂചിപ്പിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. ചുവപ്പ് U1 U2, മഞ്ഞ V1 V2, നീല W1 W2. സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടോറിൽ റോട്ടർ വൈൻഡിംഗ് ഷോർട്ട് സർക്യൂട്ട് ആയതിനാൽ റോട്ടർ ടെർമിനലുകളൊന്നും ലഭ്യമല്ല. ഇപ്പോൾ നമുക്ക് മെഗർ ഉപയോഗിച്ച് വൈൻഡിങ്ങുകളുടെ തുടർച്ച പരിശോധിക്കാം. സർക്യൂട്ട് ഡയഗ്രാമിൽ കാണിച്ചിരിക്കുന്നതുപോലെ മെഗറിന്റെ ടെസ്റ്റ് ലീഡുകൾ R ഫേസ് വൈൻഡിങ്ങിലേക്ക് U1 U2 ബന്ധിപ്പിക്കുക. ഒരു തുടർച്ചയുണ്ടെങ്കിൽ മെഗർ ഒരു ചെറിയ പ്രതിരോധം പ്രദർശിപ്പിക്കും. മെഗർ വായന പരിശോധിക്കുക. തുടർച്ചയ്ക്ക് മെഗർ ഇല്ലെങ്കിൽ മെഗാ ഓമിന്റെ ക്രമത്തിൽ വളരെ ഉയർന്ന പ്രതിരോധം പ്രദർശിപ്പിക്കും. ശേഷിക്കുന്ന 2 വൈൻഡിങ്ങുകൾക്കായി അതേ നടപടിക്രമം ആവർത്തിക്കുക. V1 V2 and W1 W2. ഇപ്പോൾ 2 വൈൻഡിങ്ങുകൾക്കിടയിലുള്ള ഇൻസുലേഷൻ പ്രതിരോധം നമുക്ക് നിർണ്ണയിക്കാം. 2 വ്യത്യസ്ത വൈൻഡിങ്ങുകൾക്കിടയിലുള്ള മെഗറിന്റെ ടെസ്റ്റ് ലീഡുകൾ U1 V1. 2 വൈൻഡിങ്ങുകൾക്കിടയിലുള്ള ഇൻസുലേഷൻ നൽകുന്ന പ്രതിരോധം മെഗർ പ്രദർശിപ്പിക്കും. ഇവിടെ കാണിച്ചിരിക്കുന്ന പട്ടികയിലെ എല്ലാ റീഡിംഗ്സും രേഖപ്പെടുത്തുക. ഇപ്പോൾ മെഷീന്റെ ഓരോ വൈൻഡിങ്ങും ബോഡി അല്ലെങ്കിൽ ഫ്രെയിം തമ്മിലുള്ള ഇൻസുലേഷൻ പ്രതിരോധം ഞങ്ങൾ നിർണ്ണയിക്കും. മോട്ടോറിന്റെയും ടെർമിനലിന്റെയും U1ന്റെ ഫ്രെയിമിലേക്ക് എർത്തിംഗ് സ്റ്റഡിൽ മെഗറിന്റെ ടെസ്റ്റ് ലീഡുകൾ ബന്ധിപ്പിക്കുക. ഇവിടെ കാണിച്ചിരിക്കുന്ന പട്ടിക 2ലെ എല്ലാ റീഡിംഗ്സും ശ്രദ്ധിക്കുക. മറ്റ് 2 വൈൻഡിങ്ങുകൾക്കും ഇതേ നടപടിക്രമം ആവർത്തിക്കുക. V1 W1. ഇനി ത്രീ-ഫേസ് ഇൻഡക്ഷൻ മോട്ടോറിനുള്ള എർത്ത് കണക്ഷന്റെ ഫലപ്രാപ്തി പരിശോധിക്കാം. എർത്ത് കണക്ഷന്റെ ഫലപ്രാപ്തി പരിശോധിക്കുന്നതിന് നിർണ്ണയിക്കേണ്ട കാര്യങ്ങൾ: എർത്ത് കണ്ടിന്യൂറ്റി കണ്ടക്ടറുടെ പ്രതിരോധം RECC, ഓരോ ഫേസിനും ശരീരത്തിനും ഇടയിലുള്ള വോൾട്ടേജ് VB, എർത്ത് പൊട്ടൻഷ്യൽ EP, എർത്ത് ഇലക്ട്രോഡിന്റെ പ്രതിരോധം RE, ഇൻസുലേഷൻ പ്രതിരോധം RI.
മുകളിലുള്ള പാരാമീറ്ററുകൾ നിർണയിച്ചതിനു ശേഷം സാധ്യമായ എല്ലാ തകരാറുകൾക്കുമുള്ള തെറ്റായ വൈദ്യുതധാരകൾ കണക്കാക്കുക. തെറ്റായ വൈദ്യുത പ്രവാഹങ്ങളുടെ വ്യാപ്തിയെ അടിസ്ഥാനമാക്കി എർത്ത് കണക്ഷൻ ശരിയാണോ അല്ലയോ എന്ന് നമുക്ക് തീരുമാനിക്കാൻ കഴിയും. ആദ്യം എർത്ത് കണ്ടിന്യൂറ്റി കണ്ടക്ടറുടെ പ്രതിരോധം അളക്കുക. RECC മൾട്ടിമീറ്റർ ഉപയോഗിച്ച് നൽകിയിരിക്കുന്ന പട്ടികയിൽ മൂല്യം നൽകുക. ഓരോ ഫേസും U1, V1 and W1 ശരീരവും തമ്മിലുള്ള ഇൻസുലേഷൻ പ്രതിരോധം നേരത്തെ തന്നെ അളന്നിരുന്നു. ഇപ്പോൾ ഭൂമിയുടെ പൊട്ടൻഷ്യൽ അളക്കാൻ EP എർത്ത് ടെസ്റ്ററിന്റെ എർത്ത് ടെർമിനലിനെ എർത്ത് വയറുമായി ബന്ധിപ്പിക്കുക. കൂടാതെ 10 മീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന എർത്ത് ടെർമിനലിലേക്കുള്ള എർത്ത് ടെസ്റ്ററിന്റെ V വോൾട്ട് ലീഡ് ഇപ്പോൾ നോബ് പൊസിഷൻ എർത്ത് വോൾട്ടേജ് എന്നാക്കി മാറ്റുക. ഇപ്പോൾ നോബ് പൊസിഷൻ എർത്ത് വോൾട്ടേജ് എന്നാക്കി മാറ്റുക. ടെസ്റ്റ് ബട്ടൺ അമർത്തുക. എർത്ത് ടെസ്റ്റർ എർത്ത് പൊട്ടൻഷ്യൽ പ്രദർശിപ്പിക്കും. എർത്ത് ഇലക്ട്രോഡിന്റെ പ്രതിരോധം അളക്കാൻ എർത്ത് ടെസ്റ്ററിന്റെ P പൊട്ടൻഷ്യൽ ടെർമിനലിനെ 6 മീറ്ററിൽ സ്ഥിതി ചെയ്യുന്ന എർത്ത് ടെർമിനലുമായി ബന്ധിപ്പിക്കുക. കൂടാതെ എർത്ത് ടെസ്റ്ററിന്റെ കറന്റ് ടെർമിനൽ C 10 മീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ടെർമിനലുമായി ബന്ധിപ്പിക്കുക. ഇപ്പോൾ 10 ഓം മുതൽ 100 ഓം വരെ റെസിസ്റ്റൻസ് റേഞ്ച് ബട്ടൺ ക്രമീകരിക്കുക. ടെസ്റ്റ് ബട്ടൺ അമർത്തുക. എർത്ത് ടെസ്റ്റർ എർത്ത് ഇലക്ട്രോഡ് പ്രതിരോധം പ്രദർശിപ്പിക്കും. ഇപ്പോൾ P പോയിന്റുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ഇലക്ട്രോഡിന്റെ സ്ഥാനം ഇരുവശത്തും 1 മീറ്റർ മാറ്റി ടെസ്റ്റ് ബട്ടൺ അമർത്തി പ്രതിരോധം നിരീക്ഷിക്കുക. എർത്ത് ഇലക്ട്രോഡിന്റെ എർത്ത് പ്രതിരോധത്തിന്റെ RE ശരാശരി മൂല്യം കണക്കാക്കുക. ഫോർമുല ഉപയോഗിച്ച് തെറ്റായ കറന്റ് കണക്കാക്കുക. IF = VB plus EP divided by RI plus RECC plus RE. സർക്യൂട്ടിൽ എർത്ത് തകരാർ സംഭവിച്ചാൽ ഫ്യൂസ് കത്തി നശിക്കുമോ എന്ന് സൂചിപ്പിച്ച് പട്ടികയുടെ റിമാർക്സ് കോളത്തിൽ ഉപസംഹാരം എഴുതുക. അല്ലെങ്കിൽ ഫലപ്രദമായ എർത്ത് കണക്ഷൻ ലഭിക്കുന്നതിന് സ്വീകരിക്കേണ്ട നടപടികൾ നിർദ്ദേശിക്കുക. നമ്മൾ പഠിച്ചത് റീക്യാപ്പ് ചെയ്യാൻ: 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടോറിന്റെ ടെർമിനലുകൾ തിരിച്ചറിയുക. ഇൻഡക്ഷൻ മോട്ടോറിന്റെ 3 ഫേസ് വൈൻഡിങ്ങുകളുടെ തുടർച്ചയായ ടെസ്റ്റ്. ഫേസ് വൈൻഡിങ്ങുകൾക്കിടയിൽ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ടെസ്റ്റ് നടത്തുക. വൈൻഡിങ്ങിനും ശരീരത്തിനുമിടയിൽ ഇൻസുലേഷൻ പ്രതിരോധ പരിശോധന നടത്തുക. എർത്ത് കണക്ഷന്റെ ഫലപ്രാപ്തി പരിശോധിക്കുക. ഇതാണ് സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടറിൻ്റെ തുടർച്ച പരിശോധനയും ഇൻസുലേഷൻ പ്രതിരോധത്തിൻ്റെ നിർണയവും. അടുത്ത സെഷനിൽ കാണാം.